KL ടവർ മലേഷ്യയിലെ 421 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും തിരിച്ചറിയാവുന്ന ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് KL ടവർ. കോലാലംപൂരിന്റെ ഹൃദയഭാഗത്തുള്ള ബുക്കിറ്റ് നാനാസ് ഫോറസ്റ്റ് റിസർവ് സ്ഥിതി ചെയ്യുന്ന ഈ ടവർ ആശ്വാസകരമായ നഗര കാഴ്ചകളും സ്കൈഡെക്ക്, സ്കൈ ബോക്സ് തുടങ്ങിയ ആവേശകരമായ ആകർഷണങ്ങളും സംയോജിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ ഒന്നായ ഇത് സാംസ്കാരിക പരിപാടികൾ, പ്രദർശനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ഡൈനിങ് എന്നിവയ്ക്കുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നഗര സാഹസികതയും പ്രകൃതി സൗന്ദര്യവും സംയോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്ന ഇതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും 360 ഡിഗ്രി കാഴ്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വർഷത്തിലെ KL ടവർ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ്. വരണ്ട കാലാവസ്ഥയും തെളിഞ്ഞ ആകാശം ഔട്ട്ഡോർ ഡെക്കുകൾക്കും സ്കൈലൈൻ ഫോട്ടോഗ്രാഫർക്കും അനുയോജ്യമായ ഏറ്റവും നല്ല സമയം ഇതാണ്. ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 9 മുതൽ 11 മണി വരെ ഏറ്റവും നല്ല സമയമാണ്. നിരീക്ഷണ ഡെക്കുകളിൽ തണുത്ത താപനിലയും വലിയ തിരക്കും ഉണ്ടാകത്തില്ല. അസ്തമയവും മറ്റു കാഴ്ചകളും കാണണമെങ്കിൽ വൈകുന്നേരം 6 മുതൽ 7:30 വരെ. സുവർണ മണിക്കൂർ തിളങ്ങുന്ന രാത്രി വിളക്കുകൾക്ക് വഴിമാറുമ്പോൾ നഗരം എങ്ങനെ രൂപാന്തരപ്പെടുന്നുവെന്ന് കാണുവാൻ സാധിക്കും. ആയിരത്തി 1996 ഔദ്യോഗികമായി തുറന്ന KL ടവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 7ാമത്തെ ഫ്രീ സ്റ്റാൻഡിംഗ് ടവറാണ്. ടവറിന്റെ സ്കൈഡെക്ക് 300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഒരു ഓപ്പൺ എയർ വ്യൂവിംഗ് പ്ലാറ്റ്ഫോമും പ്രദാനം ചെയ്യുന്നു. സ്കൈഡെക്കിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന ഒരു ഗ്ലാസ് ക്യൂബായ സ്കൈ ബോക്സ് ആവേശകരമായ സുതാര്യമായ കാഴ്ചകൾ അനുഭവം പ്രദാനം ചെയ്യുന്നു. ഒരു വനസംരക്ഷണ കേന്ദ്രത്തിന് മുകളിലാണ് KL ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു മഴക്കാടുകളുടെ പശ്ചാത്തലത്തിലുള്ള ലോകത്തിലെ ഏക ടവറാക്കി മാറ്റുന്നു. KL ടവറിന്റെ ഒബ്സർവേഷൻ ഡെസ്കിൽ നിന്ന് കാണുന്നതിന് 1800 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജും സ്കൈ ടെറസിൽ നിന്ന് കാണുന്നതിന് 3100 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജും ഉണ്ട്. ഇത് മലേഷ്യൻ റിംഗറ്റിന് ഈക്വലായ ഇന്ത്യൻ മണിയാണ് പറഞ്ഞത്.